അളിയാ ഓ പൊന്നളിയാ എന്താടാ രണ്ടെണ്ണം കൂടെ അവിടെ മാവിൻ തൊട്ട് ഇരുന്ന് ഭയങ്കര കാര്യം പറിച്ചില്. ഞാൻ എന്റെ സമയമോശത്തിന് അങ്ങോട്ട് കുറച്ചേരം നോക്കിയിരുന്നു. എന്നെ ഇരുന്ന് പള്ളു പറയണിപ്പം. പള്ളു പറയുന്ന ആ ചുമ്മാ വിളിക്കണെന്ന്. എടാ നമ്മളെ അവരുടെ പ്ലാനിങ്ങിന്റെ കാര്യം അറിഞ്ഞ പിന്നെ അവര് ഭയങ്കര ടെൻഷനിലാണ്. ഞാനാ പറഞ്ഞെന്ന് ആരെടുത്തും പറയരുത്. അളിയാ കാശ് ചോദിച്ചോണ്ട് എന്തായാലും അളിയന്റെ അടുത്ത് വരും. അവരളിയന്റെ ഫ്രണ്ട് ഉറപ്പായിട്ട് മുട്ടു അടക്കുകയും ചെയ്യും. വരട്ടെ നമുക്കേ വട്ടം കറക്കാം. എന്താണ് ഒരു ചിരി? ഞങ്ങള് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ഒളിഞ്ഞിരുന്ന് കേട്ടിട്ട് വന്ന് ചിരിക്കുന്ന പാറുവേ, രാവിലെ ഞങ്ങൾ സംസാരിച്ചെല്ലാം ഒളിഞ്ഞെന്ന് കേട്ടായിരുന്നല്ലേ? ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടൊന്നുമില്ല. ഞാൻ അതുവഴി നടന്നു പോയപ്പോ നിങ്ങൾ പറഞ്ഞ എങ്ങ് കേട്ടുപോയി, അത്രേ ഉള്ളു. അതെ, എന്തായി നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് പ്ലാനിങ് ഒക്കെ? ഞങ്ങളൊന്നും തീരുമാനിച്ചില്ല. അതെ അമ്മായില്ലേ ചേച്ചി, എൻ്റെ ഒരു ഫ്രണ്ട് ചെന്നൈയിലുണ്ട്. അപ്പോ അവന് ഇവിടെ ഈ കാഞ്ചീപുരം ഒക്കെ ആയിട്ട് നല്ല പരിചയമുള്ള കൂട്ടത്തിലാണ്. അവന്റെ ബന്ധുക്കള് കാഞ്ചീപുരത്തുണ്ട്. എളിയാ ഈ പറഞ്ഞ ആള് തമിഴനാടാ? അല്ലല്ല, അവൻ തമിഴൊന്നുമില്ല, അവൻ പക്ക മലയാളി. അവന്റെ ചേച്ചി കല്യാണം കഴിച്ചേക്കണത് ഇവിടെ കാഞ്ചീപുരത്തോട്ടാണ്. അപ്പൊ അങ്ങനെ അവനവിടെ നല്ല അത്യാവശ്യം പിടിയും പരിപാടൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ്. നമ്മള് വിളിച്ചാ എന്തെങ്കിലും സഹായിക്കുക വേണമെങ്കിൽ അവൻ ചെയ്തു തരും. എന്റെ അവന്റെ നമ്പരൊക്കെ ഉണ്ട്. എന്താ പറയണം? അല്ല, എന്റെ അവന്റെ നമ്പരൊക്കെ ഉണ്ട്. നമ്മുടെ തങ്കപ്പെട്ടൊരു പയ്യനാണ്. നമ്മൾ പറയുന്ന എല്ലാം അവൻ ചെയ്യുകയൊക്കെ ചെയ്യും. അല്ല, വിളിക്കണമെങ്കിൽ വിളിക്കാം. നീ ധൈര്യമായിട്ട് വിളിയടാ. വിളിച്ചിട്ട് പറഞ്ഞോട്ടാ നമ്മളെല്ലാരും കൂടെ കാഞ്ചീപുരത്തോണ്ട് പറഞ്ഞെന്ന്. എന്തിന്? നീ വിളിച്ച് നിന്റെ വിശേഷം അങ്ങോട്ട് പറയണം, അത് മതി. അല്ല, ഈ സാരി എടുക്കാൻ വേണ്ടി നമുക്ക് കാഞ്ചീപുരത്തോട്ട് പോണ്ടേ? അവിടെ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള കാരണം എന്തുവാ? കാരണം തൊഴിലില്ലായ്മ, കയ്യില് പൈസ ഇല്ല, അതുകൊണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എത്ര? ഇൻവെസ്റ്റ്മെന്റ് എത്ര? ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് അതിന്റെ കാര്യമൊക്കെ താനെന്തിനറിയണേ? തനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ? ലച്ചൂസേ, അപ്പൊ ഈ പട്ടുസാരിക്ക് അപ്പൊ എവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്? പറയട്ടെ. പറ. അതിനാ ചെമ്പുമുക്കിലെ മറ്റേ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ചേച്ചിയില്ലേ, ആ ചേച്ചിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ഈ ചേച്ചി പാർട്ണറാ? പാർട്ട്ണറൊന്നും അല്ല, പുള്ളിക്കാരി ഓർഡർ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെതായ കമ്മീഷനും പുള്ളിക്കാരി എടുക്കും. പിന്നെ നമ്മൾ സാരി എടുക്കുന്നത് പുള്ളിക്കാരിയുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നാ. ഓ, അപ്പൊ ഒരു ഇടനിലക്കാരനും ഉണ്ട്. അപ്പൊ അവന്റെ മാർജിൻ എടുത്തിട്ടല്ലേ നിങ്ങൾക്ക് സാധനം തരത്തുള്ളൂ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അയാളോട് സംസാരിച്ചായിരുന്നു. അപ്പൊ അയാളുടെ നമ്മൾ എടുക്കുന്ന സാരിയില് ഒരു സാരിക്ക് 500 രൂപ കൂട്ടിക്കൊടുക്കും. ഓ, അപ്പൊ അങ്ങനെ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു അല്ലേ? യെസ്. അത്യാവശ്യം നല്ല ഫണ്ടൊക്കെ വേണ്ടവരുമല്ലേ അല്ലയാ? ഓ, പാമ്പടിച്ചവര് അല്ല, ഞാൻ കൊടുത്ത് ഒതുക്ക്. ബിസിനസ് ആക്കി ബിസിനസ് രക്ഷപ്പെട്ട് പോണെങ്കിൽ അങ്ങ് പോട്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോ ഞാനിപ്പോ ഇച്ചിരി ടൈറ്റ് ആണ്, പക്ഷെ നിർബന്ധിച്ചാൽ ആലോചിക്കാം. ഒരു നിർബന്ധിക്കലും ഇല്ല. നമുക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമൊന്നുമില്ല. അമ്മായി വാ, ഇൻവെസ്റ്റ്മെന്റ് പോലും. അമ്മായി എന്തായി? ആണോ? ആ, അല്ല, ബില്ലൊക്കെ മറക്കാതെ എടുത്തിട്ടില്ലേ? ആ അമ്മായി, ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ സാരി എടുത്തോളാന്നാ പറഞ്ഞേ. മിക്കവാറും അടുത്ത സ്റ്റോക്കിനുള്ള ഓർഡറേ ഇപ്പഴേ നമ്മൾ കൊടുക്കണ്ട വരും. എപ്പ എത്തും? 10 മിനിറ്റാ? ഓക്കെ, ശരി. എന്തോ എന്തായി? മെറ്റീരിയൽസ് ഒക്കെ വരാറായ? പിന്നെ എല്ലാം ഇപ്പൊ അങ്ങ് എത്തും, നോക്കിക്കോ. ചേച്ചി, കച്ചവടം പുഴ പിടിക്കോ? പിന്നെ പുഴ പിടിക്കാതിരിക്കോ? സാരി വന്ന ഉടനെ അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ കുറച്ച് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. എന്തായാലും നിങ്ങള് പുതിയൊരു സംരംഭം തുടങ്ങിയാണല്ലോ. ഞാനിവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ നിൽക്കുന്നു. വേണമെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. അതായത് ഇപ്പം എന്റെ കോളേജിൽ ഇഷ്ടംപോലെ പിള്ളേരുണ്ടല്ലോ, ഞാൻ നൈറ്റിൽ അവരെയൊക്കെ പറഞ്ഞ് ചാക്കിട്ടിട്ട് അവരെ കൊണ്ടൊക്കെ നമ്മുടെ ഈ സാരി മേടിപ്പിക്കാം. നീ പിള്ളേരെ നൈസായി ചാക്കിട്ട് സാരി മേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ എൻക്വയറീസ് വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലും ഫോട്ടോസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സാരിയൊക്കെ ആൾക്കാർ കൊത്തിക്കൊണ്ടുപോകും. നൈസായിട്ട് കേശുവളിനെ ഒഴിവാക്കിയല്ലേ? എടി, ഒന്നുമില്ലല്ലോ, അവൻ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും നിൽക്കുന്നതല്ലേ? അവനും കൂടെ നിങ്ങളുടെ ബെൽറ്റിൽ അങ്ങ് എടുക്കും അല്ലേ? എന്റെ പൊന്നു സിദ്ധുവേ, ഇവന്റെ കൂടെ എന്തൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ടോ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസ് ആയിട്ടേ ഉള്ളൂ.
എന്നിട്ടും ഞാൻ ചിന്തിച്ചു ഈ ചെറുക്കനെ കൂടെ കൂട്ടിയാലോന്ന്. പക്ഷെ എടുത്ത വായിക്ക് അമ്മായി പറഞ്ഞു ഇവനൊരു ലക്ഷണം കെട്ട പയ്യനാണ്, അതുകൊണ്ട് ഇവനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ യാതൊരു ബർക്കത്തും ഉണ്ടാവില്ല. പിന്നെ ഞാനും ഓർത്തപ്പോ ശരിയാണ്, വേണ്ടാന്ന് വെച്ചു. ലച്ചു, എന്റെ കൊച്ചിനെ ഒരുപാട് അങ്ങ് ഇടിച്ചു താഴ്ത്തി സംസാരിക്കല്ലേ കേട്ടോ. ഉമ്മ ഒന്നും പറയണ്ട. ഇനി അവര് വന്ന് എന്റെ കാല് പിടിച്ചാലും വേറോടെ ഒരു പരിപാടിക്ക് ഞാനില്ല. ഞാനിപ്പോ വരാവേ. നീ എവിടെ പോണു? രാവിലെ കഴിച്ചത് കൊണ്ട് ശരിയായി. லெச்சு, நீங்க நிறைய காசு கொடுத்தேன்னு கேள்விப்பட்டேன். எவ்வளவு காசு கொடுத்தீங்க? അതിപ്പോ സാരിക്കൊക്കെ പല വിലയാണല്ലോ ആന്റി. 2000 തൊട്ടങ്ങ് തുടങ്ങും. പക്ഷെ നമ്മുടെ സ്റ്റോക്ക് കുറച്ച് പ്രീമിയം സ്റ്റോക്കാണ്. അതാവുമ്പോ ഒരു സാരിക്ക് 8000 രൂപ 10000 രൂപ അത്രയൊക്കെ ആവും. അല്ല എന്നാലും എത്ര ഇറക്കിയെന്ന് പറ, അറിയാനൊരു ക്യൂരിയസ്. ഞാനൊരു 1 ലക്ഷം രൂപ ഇട്ടു. പിന്നെ അമ്മായി ഒരു 1 അടുപ്പിച്ചിട്ടിട്ടുണ്ട്. അമ്മായി പക്ഷെ വേറൊരു ഫ്രണ്ടിനെ ഇത് കടം മേടിച്ചതാട്ടോ. 2 ലക്ഷം രൂപയെ വാ പൊളിക്കണ്ട. ലക്ഷങ്ങൾ എറിഞ്ഞ് ലക്ഷങ്ങൾ കൊയ്യുക, അതാണ് ഞങ്ങളുടെ പോളിസി. നൈസ് പോളിസി അല്ലേ? സ്റ്റോക്ക് എത്തിയ മോനെ, ഇനി ഞങ്ങളൊരു പൊളി പൊളിക്കും. ചേട്ടാ അടിക്കുന്നു ദിവസം. ഞാൻ നോക്കണ. ആ സാരി നോക്കട്ടെ. നോക്ക്. കൊള്ളാലോ, തെറ്റല്ലേ? ആ നല്ല കളക്ഷൻ. ഇത് ശരിക്കും പട്ട് തന്നെയാണോ? പട്ടാണ് ചേച്ചി. തൊട്ടുവരുത്. നീ തൊട്ടല്ലേ ചിലപ്പോ സാരിയൊക്കെ നിന്ന് കത്തും, അത്രയ്ക്ക് ഐശ്വര്യാണ്. എന്തായാലും സാരിയൊക്കെ കൊള്ളാമായി. സെറ്റല്ലേ? അമ്മായി പിടി, അതുകൊണ്ട് വെക്കാം. ആ ശരി. എന്താ സഹായിക്കണ വേണ്ട. പിടി, പിടി, പൊക്കിക്കോ. ആരാ? സാരിയുടെ മുണ്ടാണ് ഇങ്ങനെ കറക്കിക്കേ. രണ്ടാളും തകർക്കാണല്ലോ. നീ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട്. ചേച്ചി ഹെൽപ്പ് വല്ലതും വേണോ? എന്താ? അല്ല ഹെൽപ്പ് വല്ലതും വേണം? വേണ്ട വേണ്ട അളിയാ, അളെ കൊണ്ട് ഇനി ധൈര്യം ഉണ്ടെങ്കിൽ കയറി. ഇവിടെ പോയി ഇത് ഞങ്ങൾ ചെയ്തോളാം. ശല്യപ്പെടുത്താണ്ട് പോയാ മതി. ഓക്കെ ശരി. ഇച്ചിരി ബാക്ക് ചെയ്യുന്ന നടന്നു വന്നേ. ആ അമ്മായി നോക്കിക്കോ, ഈ ബിസിനസ് ഉണ്ടല്ലോ നമ്മള് പൊളിക്കും. വെച്ചടി വെച്ചടി കേറ്റായിരിക്കും.